ഈശ്വരൻ അനുഗ്രഹിച്ചു നൽകിയ മനുഷ്യജന്മത്തിൻ്റെ മൂല്യം തിരിച്ചറിയാനും അതിനെ വിവേകപൂർവം പ്രയോജനപ്പെടുത്താനും നമ്മൾ പരമാവധി ശ്രമിക്കണം. ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ പലതുമുണ്ടെങ്കിലും അവയൊന്നും തിരിച്ചറിയാതെ സ്വന്തം കുറ്റങ്ങളെക്കുറിച്ചും കഷ്ടപ്പാടുകളെക്കുറിച്ചും പരിഭവിച്ച് ആത്മനിന്ദയിൽ മുഴുകിക്കഴിയുന്നവർ ധാരാളമുണ്ട്. ജീവിത വിജയത്തിന് ഒന്നാമതായി വേണ്ടത് ആത്മനിന്ദയും പരാജയബോധവും ഒഴിവാക്കുക എന്നതാണ്. നമ്മുടെ കഴിവുകളെ കണ്ടെത്തുകയും വളർത്തുകയും വേണം. പോരായ്മകൾ തിരിച്ചറിഞ്ഞ് അവയെ പരിഹരിക്കാൻ കഴിയുമോ എന്ന് ആരായണം. ഈയൊരു മനോഭാവം നമുക്കുണ്ടായാൽ അധികം വൈകാതെ ജീവിതത്തിൽ വിജയവും സംതൃപ്തിയും ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. നമ്മൾ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നല്ലതും ചീത്തയുമായ പലതും കാണാം. ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകാം, അതോടൊപ്പം ഏറെ മാലിന്യവും കണ്ടേക്കാം. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ചേറിൽ നിന്നാണ് താമരയുണ്ടാകുന്നത്. അതുപോലെ നമ്മുടെ ഉള്ളിലെ കുറ്റങ്ങളും കുറവുകളുമാകുന്ന ചേറിൽ നിന്ന് നല്ലൊരു ഭാവിയാകുന്ന താമര വിരിയിക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷ നമ്മൾ കൈവിടരുത്. നടക്കാൻ പാടില്ലാത്തത് പലതും നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാകും, പലതും നമ്മൾ ചെയ്തിട്ടുമുണ്ടാകും. അത്തരം ദുരനുഭവങ്ങളുടെ കൈപ്പേറിയ ഓർമ്മകളാകുന്ന കണ്ണാടിയിലൂടെയാണ് നമ്മൾ വർത്തമാനകാലത്തെ കാണുന്നത്. സ്വയം വിലയിരുത്തുന്നത് അത് നമ്മളെ തളർത്തുകയുള്ളൂ. അതിനു പകരം കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ദൃഢനിശ്ചയമെടുക്കുകയും വേണം. തെറ്റുകളും കുറവുകളുമില്ലാത്തവരായി ആരുമുണ്ടാവില്ല. അവയെ കണ്ടില്ലെന്ന് നടിച്ചതുകൊണ്ടോ നിഷേധിച്ചതുകൊണ്ടോ അവ ഇല്ലാതാകില്ല. സ്വന്തം തെറ്റുകുറ്റങ്ങളെ തിരിച്ചറിയുകയും അവയെ അംഗീകരിക്കുകയും വേണം. എന്നാൽ അതിൻ്റെ പേരിൽ അപകർഷതാബോധത്തിന് അടിമയാകാനും പാടില്ല. മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്ത് താൻ അവരെക്കാളും മോശമാണ്, ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് ചിന്തിക്കുകയും അരുത്. നമ്മുടെ കഴിവുകളും നേട്ടങ്ങളും തിരിച്ചറിഞ്ഞ് അവയെ സന്തോഷപൂർവ്വം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഒരു സുഹൃത്തിനോട് നമുക്ക് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ അയാൾക്കു വേണ്ടി എന്തും ചെയ്യാൻ നമ്മൾ തയ്യാറാകും. അയാളുടെ സുഖവും സന്തോഷവും ആയിരിക്കും നമ്മുടെയും സുഖവും സന്തോഷവും. സുഹൃത്തിന് എന്തെങ്കിലും ദൗർബല്യമോ ദുശീലമോ ഉണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാൻ നമ്മൾ അയാളെ പ്രേരിപ്പിക്കും. ദുർബലതകൾക്കു നേരെ പോരാടാൻ നമ്മൾ അയാൾക്ക് ശക്തി പകരും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അയാൾ മാനസികമായി തകർന്നാൽ, പരാജയം സമ്മതിച്ച് പിന്മാറാൻ തുനിഞ്ഞാൽ നമ്മൾ സ്നേഹപൂർവ്വം അയാളെ വിഷാദത്തിൽ നിന്ന് കരകയറ്റാൻ കഴിവതും ശ്രമിക്കും. ഇതുപോലെ തന്നെ ഒരു സമീപനം നമുക്ക് നമ്മോട് തന്നെ ഉണ്ടാകണം. നമ്മളെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ ഒരിക്കലും ആത്മനിന്ദ തോന്നാതിരിക്കുക, ഒപ്പം സ്വന്തം ദുർബലതകൾക്കു നേരെ പോരാടാൻ സ്വയം തയ്യാറാകുക എന്നതാണ്. അതുണ്ടായാൽ വിജയം ഒട്ടും അകലെയല്ല. നമ്മൾ ഏതു സമയവും സ്വയം കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അത് നമ്മളെ പരാജയത്തിലേക്കും ദുഃഖത്തിലേക്കും മാത്രമേ നയിക്കുകയുള്ളൂ. ഈശ്വരൻ അനുഗ്രഹിച്ചു നൽകിയ മനുഷ്യജന്മത്തിൻ്റെ മൂല്യം തിരിച്ചറിയാനും അതിനെ വിവേകപൂർവം പ്രയോജനപ്പെടുത്താനും നമ്മൾ പരമാവധി ശ്രമിക്കണം.